ഹിന്ദിയിലെ ക്യാ ഈക്വൽ ടു മലയാളത്തിലെ എന്ത്? നമ്മൾ എപ്പോഴാണ് എന്തു ചേർത്ത് ചോദ്യങ്ങൾ ചോദിക്കുന്നത്? അതിനു തുല്യമായി ഹിന്ദിയിൽ ക്യാ ചേർത്ത് ചോദിക്കാം. പേര് ചോദിച്ചറിയാൻ ക്യാ ചേർത്ത് ചോദിക്കാം. ക്യാ നാം ഹേ? എന്താണ് പേര്? നാം ക്യാ ഹേ? പേരെന്താണ്? നാം ക്യാ? പേരെന്താ? അപ്പോൾ നോർമലായി ചോദിക്കാൻ ക്യാ നാം ഹേ? എന്താണ് പേര്? പേരെന്താണ്? നിങ്ങളുടെ കൂട്ടുകാരൻ്റെ പേരെന്താണ്? തുമാരെ ദോസ്ത് കാ നാം ക്യാ ഹേ? ഇതിൻ്റെ പേരെന്താ, അതിൻ്റെ പേരെന്താ എന്ന് ചോദിച്ചറിയാൻ ഇസ്ക അല്ലെങ്കിൽ ഉസ്ക ചേർത്ത് ചോദിക്കാം. ഇസ്കാ നാം ക്യാ ഹേ? ഉസ്കാ നാം ക്യാ ഹേ? പേര് ചോദ്യത്തിൽ ജീവജാലങ്ങളുടെയോ വസ്തുക്കളുടെയോ സ്ഥലങ്ങളുടെയോ ഒക്കെ പേര് ചോദിക്കാം. ആ സ്ഥലത്തിൻ്റെ പേരെന്താ? സ്ഥലത്തിന് ജഗഹ, ഉസ് ജഗഹ കാ നാം ക്യാ ഹേ? അല്ലെങ്കിൽ ഉസ് വസ്തു കാ നാം ക്യാ ഹേ? ആ സാധനത്തിൻ്റെ പേരെന്താണ്? അടുത്തതായി എന്തു ചെയ്യുന്നു എന്ന് ചോദിച്ചറിയാൻ ക്യാ കർത്തേ ഹേ? ക്യാ കർത്താ ഹേ? വഹു ക്യാ കർത്താ ഹേ? ആപ് ക്യാ കർത്തേ ഹേ? അവൻ എന്തു ചെയ്യുന്നു അല്ലെങ്കിൽ നിങ്ങൾ, താങ്കൾ എന്തു ചെയ്യുന്നു? പേര് ചോദിച്ചറിയാൻ വേണ്ടി നാം ക്യാ ഉപയോഗിക്കുമ്പോൾ അവിടെ അങ്ങനെയുള്ള വാക്യങ്ങളിൽ നാമമാണ് ഉപയോഗിക്കുന്നത്, നൗൺ. എന്നാൽ എന്തു ചെയ്യുന്നു ഇങ്ങനെയുള്ള വാക്യങ്ങളിൽ അതിൻ്റെ സ്ട്രക്ചറിൽ ക്രിയയാണ്, വേർബാണ് വരുന്നത്. അതുകൊണ്ട് അതെല്ലാ കാലങ്ങളിലും ഉപയോഗിക്കുന്നു. എന്തു പറഞ്ഞു, എന്തു പറയുന്നു, എന്തു പറയും എല്ലാ കാലങ്ങളിലും, പാസ്റ്റിലും പ്രസൻറ്റിലും ഫ്യൂച്ചറിലുമൊക്കെ ക്രിയ രൂപം അല്പം മാറ്റം വരുത്തി വരുന്നല്ലോ. അപ്പോൾ എന്തു ചെയ്യുന്നു ക്യാ കർത്ത, എന്തു ചെയ്തു ക്യാ കിയ, എന്തു ചെയ്യും ക്യാ കരേഗ. ഇങ്ങനെ ക്യാ ചേർത്തിട്ട് ചോദിക്കാം. നീ നാളെ എന്തു ചെയ്യും? തും കൽ ക്യാ കരേഗ? ഇന്നലെ എന്തു ചെയ്തു? വേ കൽ ക്യാ കിയ? അവർ ഇന്നലെ എന്തു ചെയ്തു? നമ്മൾ ഇന്നെന്തു ചെയ്യും? നമ്മൾ ഇന്നെന്തു ചെയ്യുന്നു? ഹം ആജ് ഹം ക്യാ കർത്താ ഹേ? അപ്പോൾ ഇങ്ങനെ പേര് ചോദ്യത്തിന് അല്ലെങ്കിൽ ഒരാൾ എന്തെങ്കിലും ചെയ്യുന്നതിനെക്കുറിച്ച് അറിയാൻ വേണ്ടി എന്താ പേര് അല്ലെങ്കിൽ എന്താ ചെയ്യുന്നത് എന്ന് ചോദിച്ചറിയാൻ ക്യാ ഉപയോഗിക്കുന്നു. അടുത്തതായിട്ട് തിരക്കി അറിയാൻ വേണ്ടി ചോദിക്കാം. അച്ഛൻ മകനോട് നീ ഒരു കാര്യം ചെയ്യുമോനെ? അപ്പോൾ മകൻ എന്താ പറ, എന്തു പറ്റി? എന്തു പറയാനാ മോനെ? കയ്യിൽ പൈസ കുറവാണ്, നീ എന്തെങ്കിലും ജോലി ചെയ്യ്. അപ്പോൾ അച്ഛൻ പറഞ്ഞതുപോലെ എന്തു പറയാനാണ്? മകൻ ചോദിച്ചത് തിരക്കി അറിയാൻ വേണ്ടി. എന്താ അച്ഛാ പറ. അച്ഛൻ പറഞ്ഞതോ എന്തു പറയാനാണ്? അപ്പോൾ ചില സന്ദർഭങ്ങളിൽ എന്ത് പറയണമെന്ന് വ്യക്തമാകാതിരിക്കുമ്പോൾ ക്യാ ചേർത്ത് ചോദിക്കാം. എന്തു ചെയ്യണമെന്ന് വ്യക്തമാകാതിരിക്കുമ്പോഴും ക്യാ ചേർക്കുന്നു. ക്യാ ചേർത്ത് ചോദിക്കുകയോ പറയുകയോ ചെയ്യാം. ക്യാ എവിടെ വരാം? തുടക്കത്തിലോ ഇടയ്ക്കോ അവസാനത്തോ ഒക്കെ ആകാം. പക്ഷേ എക്സ്പ്രഷൻ്റെ ഹിൻഡ് അല്പം വ്യത്യാസമുണ്ടായിരിക്കും. ഒരു സ്റ്റുഡൻ്റ് ലീഡറിനോട് ഒരുത്തൻ എന്നെ വെറുതെ കളിയാക്കി. അപ്പോൾ ലീഡർ നിനക്ക് അവനെ അറിയാമോ? തും ഉസ്കോ ജാൻതേ ഹേ ക്യാ? ക്യാ ഒടുവിൽ, ക്യാ തുടക്കത്തിലായാലോ ക്യാ തും ഉസ്കോ ജാൻതേ ഹേ? പ്രഷർ കൂടി. ആദ്യത്തെ നോർമലായിരുന്നു. ചിലർ ചോദ്യവും ഉത്തരവും
ഒരുമിച്ച് പറയും. ചോദിക്കുന്നതും അവർ തന്നെ, പറയുന്നതും അവർ തന്നെ. അപ്പോൾ അവർ ക്യാ ഇടയ്ക്ക് ചേർത്ത് പറയും. നീ പറ മോനെ, എനിക്കെന്ത് ചെയ്യാൻ കഴിയും? ഹിന്ദിയിൽ പറയുമ്പോൾ ബോലോ ബേട്ട മേ ക്യാ കർ സക്താ ഹൂം. അപ്പോൾ നോർമലായി പറയുമ്പോൾ ക്യാ സാധാരണയായി ലാസ്റ്റിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ അപ്പോൾ ഇങ്ങനെ ക്യാ വാക്യത്തിൻ്റെ തുടക്കത്തിലോ ഇടയ്ക്കോ ഒടുവിലോ ഒക്കെ വന്നേക്കാം. ഇനിയും എന്തിൻ്റെയെങ്കിലും അകത്തൊരു സാധനമുണ്ടെങ്കിൽ അത് ചോദിച്ചറിയാനായിട്ട് ഉടമസ്ഥനോട് ചോദിക്കാം. അത് ചിലപ്പോൾ പെട്ടിയിലായിരിക്കാം, അല്ലെങ്കിൽ പോക്കറ്റിലായിരിക്കാം, പാത്രത്തിലോ സഞ്ചിയിലോ ഒക്കെയാകാം, ഹൃദയത്തിലുമാകാം. അതിലെന്താ, ഇതിലെന്താ? ഇസ്മേക്ക, ഇതിലെന്താ? ദിൽമേക്ക, ഉള്ളിലെന്താണ്, ഹൃദയത്തിലെന്താണെന്ന്. ഒരു കുസൃതി ചെറുക്കൻ അടുക്കളയിൽ കയറി ഏതാണ്ടൊക്കെ തിന്നുകൊണ്ടിരുന്നപ്പോൾ അമ്മ വന്നു. അപ്പോൾ വാ പൊത്തി. അപ്പോൾ അമ്മ ചോദിച്ചു, എന്തായിരിക്കും ചോദിച്ചത്? വായിലെന്താ? വായിക്കുമോ മൂമയ്ക്ക? എന്താടാ വായിൽ? മൂമയ്ക്കാര്? ഇപ്പോൾ നിസ്സാര കാര്യങ്ങൾ അല്ലെങ്കിൽ ചെറിയ തെറ്റുകുറ്റങ്ങളെക്കുറിച്ചൊക്കെ ചോദിച്ചറിയുമ്പോൾ ക്യാ നോർമലായി ഉപയോഗിക്കുന്നു. പ്ലേസ് മാറ്റുമ്പോൾ അതിൻ്റെ എക്സ്പ്രഷനും മാറ്റമുണ്ടാകുന്നു. ഉത്തരം വ്യക്തമാകാത്തപ്പോൾ, വ്യക്തമാക്കാൻ താല്പര്യപ്പെടാത്തപ്പോൾ, അല്ലെങ്കിൽ വ്യക്തമാക്കാൻ കഴിയാതെ വരുമ്പോൾ ക്യാ ഉപയോഗിക്കുന്നു. നീ അതെന്തുകൊണ്ട് ചെയ്തു? ഓ, എന്തു പറയാനാ? ക്യോं കിയാ, എന്തുകൊണ്ട് ചെയ്തു? ക്യാ ബോലും, എന്തു പറയാനാ? ഇങ്ങനെ ഹിന്ദിയിലെ ക്യാ മലയാളത്തിലെ എന്തിന് സമമായി നമുക്ക് ഉപയോഗിക്കാം.